शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। जन्माद्यस्य यतोऽन्वयादितरतश्चार्तेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് പ്രവചനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ധ്രുവചരിതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ബ്രഹ്മസൃഷ്ടിയിൽ സ്വയംഭൂമനു ശതരൂപ എന്ന ഒരു ദമ്പതി സൃഷ്ടിക്കപ്പെട്ടു. അവർക്ക് 5 സന്താനങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 ആൺമക്കളും പ്രസൂതി, ദേവഹൂതി, ആകൂതി എന്ന 3 പെൺമക്കളും ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഉത്താനപാദ രാജാവിൻ്റെ കഥയാണ് ഇന്ന് ധ്രുവചരിതത്തിലൂടെ വിവരിക്കാൻ പോകുന്നത്. ഉത്താനപാദ മഹാരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് സുരുചി, വളരെ സുന്ദരിയായിരുന്നതിനാൽ രാജാവിൻ്റെ പ്രേയസിയായിരുന്നു. എന്നാലോ അവളുടെ സ്വഭാവമോ കാമം, ക്രോധം, മോഹം, മോദം, മാത്സര്യം, ഈർഷ്യ, അസൂയ, ഡംബം, ദർപ്പം എന്നുള്ള എല്ലാ ദുർഗുണങ്ങളാലും നിറഞ്ഞവളായിരുന്നു. അതായത് ഹൃദയം കൽമഷം എന്നർത്ഥം. ഭയങ്കര ഗർവിഷ്ഠ. ഇന്നൊരു പത്നി ഉണ്ടായിരുന്നു, സുനീതി. രാജാവിന് അവളെ വളരെ ഇഷ്ടമൊന്നുമല്ല. ഭാര്യയാണെന്ന് പറയാൻ കൂടി രാജാവിന് മടിയാണ്. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നാൽ കൂടി ആ സുനീതി സത്വഗുണാന്വിതയായിരുന്നതിനാൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരുചിക്ക് ഒരു മകൻ ഉത്തമൻ, സുനീതിക്ക് ഒരു മകൻ ധ്രുവൻ. ഒരു ദിവസം രാജാവിൻ്റെ മടിയിലിരുന്ന് ഉത്തമൻ ലാളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ധ്രുവൻ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് ആഗ്രഹിച്ച് അച്ഛൻ്റെ അടുത്ത് ചെന്നു. എന്താ സംഭവിച്ചത്? അത് കണ്ട സുരുചി ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയാണ്, നവത്സദ്രപദേ ദിഷ്ണ്യം ഭവാൻ ആരോടുമർഹതി ന ഗൃഹീതോ മയാ യധ്വം കുക്ഷാവ വിദർഭാത്മജഃ ബാലോസി വദനാത്മാനം അന്യസ്ത്രീ ഗർഭസംവൃതം നൂനം വേദ ഭവാൻ യസ്യ ദുർലഭേർത്ഥേ മനോരഥഃ തപസാരാധ്യ പുരുഷം തസ്യൈവ അനുഗ്രഹേണ മേ ഗർഭേ ത്വം സാധയാത്മാനം യദീച്ഛസി നിർപാസനം. എടോ ധ്രുവ, എടോ മാറ്. നിനക്ക് രാജാവിൻ്റെ മടിയിരിക്കാനുള്ള അവകാശമൊന്നുമില്ല. നീ എൻ്റെ കുട്ടിയല്ല, എൻ്റെ കൂടെ ജനിച്ചിട്ട് കുട്ടിയായിട്ട് ജനിച്ചിട്ടുമില്ല. അതുകൊണ്ട് നിനക്ക് അച്ഛൻ്റെ മടി ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തപസ് ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഗർഭത്തിൽ ഒന്ന് ജനിച്ചാൽ ഒരു പക്ഷേ സാധിക്കുമായിരിക്കും കേട്ടോ പറഞ്ഞോട് ശകാരിച്ചു. 5 വയസ്സായ കുട്ടിയാണ് ധ്രുവനവന് വല്ലതും മനസ്സിലാവുമോ? സങ്കടം വന്നു. എന്താ ചെയ്യേണ്ട അറിയില്ല. ഈ ചീത്ത വാക്കുണ്ടല്ലോ, അതൊരിക്കൽ കേട്ട് കഴിഞ്ഞ് കേൾക്കുന്ന ആൾക്ക് ഹൃദയത്തിൽ തട്ടിയാൽ അത്ര വേഗം മാഞ്ഞു പോവില്ല. അത്ര എന്നൊരു പദ്യമുണ്ട്. അമ്പു കൊണ്ടുള്ള വ്രണം കാലത്താൽ നികന്നിടും കൊമ്പുകൾ കണ്ടിച്ചാലും പാദവും തളിർത്തിടും കാട്ടുതീ വെന്താൽ വനം പിന്നെയും തഴുത്തിടും കേട്ടുകൂടാത്ത വാക്കാമായുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകം ബുക്കു പുണ്ണായാലതോ പിന്നെ
പൂർണ്ണമായി ശമിക്കയിൽ ഒട്ടുനാൾ ചെന്നാൽ പോരും. അതായത് അമ്പ് കൊണ്ടിട്ടൊരു വ്രണം ഉണ്ടായി, ഈ ഉണങ്ങിപ്പൂ പോലെ കഴിയുമ്പോൾ മരമൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും തുളർത്തു വരും. കാട്ടുതീ വന്ന് നശിച്ചാലും വനത്തിൽ പിന്നെയും വൃക്ഷങ്ങൾ വന്ന് വളരും. എന്നാൽ ചീത്ത വാക്കൊരിക്കൽ പ്രയോഗിച്ചത് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ പെട്ടുകഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ പറ്റില്ല, സാധിക്കില്ല എന്നാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ചീത്തവാക്ക് കേട്ടിട്ട് ധ്രുവന് സഹിക്കില്ല. എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് വളരെ മ്ലാനനായി കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് സുനീതിയുടെ അടുത്ത് ചെന്നു. അന്തഃപുരത്തിലുള്ള അവരുടെ അന്തേവാസികളിൽ നിന്നും വൃത്താന്തം മനസ്സിലാക്കിയ സുനീതി വേഗം മകനെ എടുത്ത് മടിയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പറയാണ്, ചെറിയമ്മ പറഞ്ഞത് ശരിയാണ് കേട്ടോ മോനെ, എന്നെ ഭാര്യയാണെന്ന് പറയാൻ കൂടി നാണിച്ചിരിക്കുന്ന നിൻ്റെ അച്ഛൻ, അങ്ങനെയുള്ള ഭാര്യയുടെ മകനായി പിറന്ന നീ സ്തന്യപാനം കഴിച്ച് വളർന്നിരിക്കുന്നു. എൻ്റെ സ്തന്യപാനം നിനക്ക് യാതൊരുവിധ അർഹതയില്ല എന്ന് പറയുന്നത് ശരിയാണ്. സങ്കടത്തിൽ അങ്ങനെ പറയണം കേട്ടോ. എന്നിട്ട് പറയണ്, നിനക്കങ്ങനെ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷനായി എല്ലാ വരങ്ങളും ചോദിച്ചാൽ എല്ലാം സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. എന്താ സങ്കടത്തിൽ പറഞ്ഞ് ഉപദേശിച്ചാണ്. ധ്രുവനത് കാര്യമായിട്ട് എടുത്തു. ഉടനെ തന്നെ അന്തഃപുരത്തിൽ നിന്നും പുറപ്പെട്ടു പോയി. അങ്ങനെ പോകുന്ന സമയത്ത് നാരദ മഹർഷി ധ്രുവനെ കണ്ടു. നാരായണ 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 എന്ന് പാടിക്കൊണ്ട് വരികയാണല്ലോ. അപ്പോൾ എന്താ ഉണ്ണി, എവിടേക്കാണ് പോണേ, എന്താ മുഖമൊക്കെ വാടിയിരിക്കണമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ധ്രുവൻ പറയുകയാണ്, എനിക്ക് തപസ് ചെയ്യാൻ പോകണം, ഭഗവാനെ തപസ് ചെയ്യണം, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ കേട്ടു. എന്നാണ് ചീത്ത പറഞ്ഞത്, എനിക്കിഷ്ടമായില്ല. അച്ഛൻ മിണ്ടാണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു, ഒന്നും ചെയ്തില്ല, ഭയങ്കര കഷ്ടമുണ്ട് മനസ്സിന് എന്ന് പറഞ്ഞപ്പോൾ നാരദൻ പറയുകയാണ്, അയ്യോ നീ ഇപ്പോൾ കുട്ടിയല്ലേ, ഇപ്പം എന്തോ അപമാനവും മാനവും അങ്ങനെയൊന്നും കണക്കാക്കാനില്ല. മാത്രമല്ല തപസ്സൊക്കെ ചെയ്യേണ്ടത് എപ്പോഴാണ്, വയസ്സായതിനു ശേഷമാണ്. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൂട്ടിയിട്ട് പോയി പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം സഹായിച്ചു തരാം കേട്ടോ പറഞ്ഞു. ധ്രുവൻ അതൊന്നും സമ്മതിച്ചില്ല. ദൃഢനിശ്ചയത്തോടുകൂടി എനിക്ക് തപസ്സാണ് ചെയ്യേണ്ടത്, അതിന് ഉള്ള മാർഗം പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. നാരദന് കാര്യം മനസ്സിലായി. ഉടനെ തന്നെ പറയാണ്, യമുനാ നദീ തീരത്ത് മധുവനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി നീ തപസ് ചെയ്തോളൂ. അപ്പോൾ തപസ് ചെയ്യണമെങ്കിൽ എന്താ ദൈവം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ. അപ്പോൾ ഒരു ചിത്രം പറഞ്ഞു കൊടുക്കുകയാണ് വാക്കുകളെ. ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാവത്മൈരഭിവ്യക്തചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്വിതം കൗസ്തുഭാഭരണഗ്രീവം ഈതകൗശേയവാസസം കാഞ്ചീകലാപപര്യസ്തം ലസത് കാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം. ഭഗവാന്റെ രൂപം പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയുണ്ടാവും ഇത്രേ? ശ്രീവത്സം മറു ഉണ്ടാവും, മാറിൽ നീലമേഘ ശ്യാമളനായിരിക്കും, വനമാല ധരിച്ചിട്ടുണ്ടാവും, 4 കൈകളിലെ തൃക്കൈകൾ, ശംഖ ചക്ര ഗദ പത്മം എന്നിവയുണ്ടായിരിക്കും. കിരീടം കുണ്ടലം കേയൂരങ്ങൾ അതായത് കുറുനിരകൾ എന്നിവയെല്ലാം ഭഗവാന്റെ ഭംഗിയെ വർദ്ധിപ്പിക്കുന്നു. ആ ഭഗവാൻ എങ്ങനെയാണ്? ദർശനീയതമം, കാണാൻ കൊതിക്കുകയാണ് എല്ലാവരും. അത്രയും സുന്ദരനായ ഭഗവാൻ ശാന്തം, വളരെ ശാന്തനാണ്. എപ്പോഴും നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്തു തരാൻ സന്നദ്ധനായിരിക്കുന്ന ആ ഭഗവാൻ മനോനയനവർദ്ധനം, കണ്ടുകൊണ്ടേയിരിക്കണം, കണ്ടുകൂടാതെ എനിക്ക് തോന്നൂത്രേ. ആ ഭഗവാനെ ധ്യാനിച്ചോളൂ. അപ്പോൾ ഈ കുട്ടിക്ക് മന്ത്രം കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മന്ത്രം.
ദ്വാദശാക്ഷരി മന്ത്രം. എന്തത്? ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ നാമം ഉച്ചരിച്ചോളൂ. നല്ല ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ധ്രുവൻ ഉടനെ നാരദരെ നമസ്കരിച്ചു, മധുവനത്തിലേക്ക് പോയി. നാരദരാകട്ടെ നേരെ രാജധാനിയിൽ പോയി ഉത്താനപാദ രാജാവിൻ്റെ അന്തഃപുരത്തിലെത്തി. പറയണേ, രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യത കിം വാ നരിഷ്യതേ കാമഃ ധർമ്മോ വാർത്ഥേന സംയുതഃ. അങ്ങയുടെ മുഖം വളരെ വാടിയിരിക്കണല്ലോ. എന്താ, സമ്പത്തിൻ്റെ കാര്യങ്ങൾ വല്ലതും ചിന്തിച്ച് ദുഃഖിക്കുകയാണോ? അല്ല, ധർമ്മകാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ വല്ല മുടക്കം വന്നുവോ? എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജാവ് പറയാണ് സങ്കടപ്പെട്ടുകൊണ്ട്, സുതോമേ ബാലകോ ബ്രഹ്മൻ സ്ത്രൈണേനാകരുണാത്മന നിവാസിത പഞ്ചവർഷ സഹമാത്ര മഹാൻ കവി. നാരദ മഹർഷി, ഞാൻ മഹാപാവിയായിട്ടാണ് ഞാൻ വർത്തിക്കണത്. എൻ്റെ 5 വർഷമുള്ള പിഞ്ചു വയലിനെ എൻ്റെ ഭാര്യയുടെ വർത്തമാനം കേട്ട് സ്ത്രൈണനായി പറഞ്ഞയച്ചു. അവനിപ്പോൾ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വിശക്കുണ്ടാവും, ദാഹിക്കുണ്ടാവും, എവിടെയാ കിടക്കേണ്ടത് അറിയില്ല, വല്ല മൃഗങ്ങളും വന്ന് തിന്നുവോ, ഇതെല്ലാം വിചാരിച്ച് ഞാൻ വളരെ ദുഃഖിതനാണ് എന്ന് പറഞ്ഞു. അപ്പം നാരദൻ പറയാണ്, മാമാശുജസ്വതനയം ദേവഗുപ്തം വിശാംബതേ തത്പ്രഭാവമവിജ്ഞായ പ്രാവൃന്തേ യദ്യശോ ജഗത്. ഒട്ടും വിഷമിക്കേണ്ട രാജാവേ, അങ്ങയുടെ മകൻ തപസ്സിനാണ് പോയിരിക്കുന്നത്. പോയി യശസ്സോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്താൽ സകല യശസ്സോടും കൂടി തിരിച്ചു വരും എന്ന് സമാധാനപ്പെടുത്തി നാരദനോട് പോയി. നമ്മുടെ ദ്രവനാകട്ടെ എന്ത് ചെയ്യണോ, തപസ്സിന് എല്ലാം ഒരുങ്ങി. ആ സമയത്ത് ഇങ്ങനത്തെ തപസ് ത്രിരാത്രാന്തേ കപിത്തബദരാശനഃ ആത്മവൃത്യനുസാരേണ മാസം നിന്യേർച്ചയൻ ഹരിം. തപസ് തുടങ്ങിയിട്ട് 3 ദിവസം കൂടുമ്പോൾ വല്ല ഫലങ്ങളോ കിഴങ്ങോ അങ്ങനെ ഏതെങ്കിലും അത്യാവശ്യ ആഹാരം വേണ്ടത് കഴിച്ച് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞു. 2ാമത്തെ മാസമോ പുല്ല്, ഉണങ്ങിയ ഇലകൾ, ഇത് മാത്രം കഴിക്കത്ര. എന്നാൽ ധ്യാനം പിന്നെയും കൂടി വരികയാണ്, തപസ് മൂർച്ഛിച്ചു വരികയാണ്. 3ാമത്തെ മാസം ആകുമ്പോൾ 9 ദിവസം കൂടുമ്പോൾ വെറും ജലപാനം മാത്രം. അതൊക്കെ തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. 4ാമത്തെ മാസം വായുഭക്ഷ, വായു, അതായത് ശ്വസിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ആഹാരം ഒന്നിലും ഇല്ല. അങ്ങനെ ഇരുന്ന് 5ാമത്തെ മാസമായപ്പോൾ ആ ശ്വാസത്തിനെയും നിരോധിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രത്തോളം കഠിന തപസ്സാണ് നടത്തണം അല്ലേ. അങ്ങനെ 5 മാസമായി സ്ഥിരമായിട്ട് ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഒരു കാലിൽ കട്ടവിരൽ നിലത്തിൽ വെച്ചിട്ട് ഞാൻ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്യാണ്. അങ്ങനെ ആയപ്പോൾ ലോകമെല്ലാം സ്തബ്ധരായിത്ര. എന്താ പറയണെന്ന് വെച്ചാൽ വികമ്പിരേ ലോകാശ്ച കമ്പിരേ, ഒന്നുമില്ലാണ്ട്, ഇളക്കമില്ല, ആൾക്കാർക്ക് ശ്വാസം വലിക്കാൻ വഴിയില്ല. അങ്ങനെ അപ്പോൾ ബ്രഹ്മാദി ദേവന്മാരെല്ലാം കൂടി മഹാവിഷ്ണുവിനെ പോയി ചെന്ന് കണ്ടു. എന്താ കാര്യം മനസ്സിലാവില്ല, വളരെ വിഷമത്തിലാണെന്ന് പറഞ്ഞു. മഹാവിഷ്ണു പറഞ്ഞു, ഉത്താനപാദൻ്റെ മകൻ്റെ തപസ് കാരണമാണ് ഇതൊക്കെ നടക്കുന്നത്, കഠിന തപസ്. ഞാൻ അതിന് വേണ്ട ഇതൊക്കെ പ്രതിരോധം ചെയ്ത് ഞാൻ തപസ്സിൽ നിന്ന് വിരമിപ്പിക്കാം, കഴിക്കേണ്ട പറഞ്ഞു. അവർ പറഞ്ഞു വെച്ചു. ഭഗവാനാവട്ടെ തയേവമുത്സന്നഭയാവുരുക്രമേ
കൃതാവനാമാപ്രയുസ്ത്രിവിഷ്ടപം സഹസ്രശീർഷാഭി തതോ ഗരുത്മതാ മധുർവനം ഭൃത്യതിദൃക്ഷയാഗതഃ. ഭഗവാൻ ഉടനെ തന്നെ ഗരുഡവാഹനായി നാരദ മഹാമുനി പറഞ്ഞ ആ വേഷമുണ്ടല്ലോ, ആ സ്വരൂപത്തിൽ തന്നെ ധ്രുവന്റെ ഭക്തനായ ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ധ്രുവൻ ആ രൂപം കണ്ടുകൊണ്ടിരിക്കുകയാണ് അകത്ത്, ഇല്ലേ? ഭഗവാൻ മുമ്പിൽ വന്നപ്പോൾ ആ രൂപം മറിഞ്ഞ് മുമ്പിൽ ഇരിക്കണ ഭഗവാനെ കാണാൻ സാധിച്ചു. ഭഗവാനെ പോയി നമസ്കരിച്ചു ധ്രുവൻ. ആ സമയത്ത് ഭഗവാൻ തൻ്റെ ശംഖ് കൊണ്ട് ധ്രുവൻ്റെ കവിളിൽ തലോടി. ആ സമയത്ത് പെട്ടെന്ന് ധ്രുവന് അറിവ്, ജ്ഞാനം എല്ലാം ഉണ്ടായി. എന്നിട്ട് ധ്രുവൻ വിനയത്തോടുകൂടി ഭഗവാനെ സ്തുതിക്കുകയാണ്. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഏതൊരു ശക്തിയാലാണോ എൻ്റെ അകത്തുള്ള ഈ വാക്കുകളെ പറയുവാൻ പ്രേരിപ്പിക്കുന്നത്, എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്, ആ ശക്തിയുള്ള ആ പരമപുരുഷന് എൻ്റെ വിനീതമായ നമസ്കാരം പറയണേ. അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങൾ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാന് വളരെ സന്തോഷമായി. ഭാഗം പറയണം. വേദാഹം ദേവ്യവസിതം ഹൃദി രാജന്യബാലക തത്പ്രയച്ഛാമി ഭദ്രന്തേ ദുരാപം അപി സുവ്രത. നീ എന്തിനാണ് ഇങ്ങനെ കഠിന തപസ് ചെയ്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിക്കാനുള്ള വരം ഞാൻ തരുന്നുണ്ട്. എന്തൊക്കെയാണ്? ധർമാർത്ഥ കാമമോക്ഷം. ഇതാണ് നമ്മൾ പരമാർത്ഥങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ളത്. അതിൽ ധർമ്മമായി ജീവിക്കുക, അർത്ഥം ധാരാളം സമ്പദ് സമൃദ്ധിയോടുകൂടി ഇരിക്കുക, സുഖമായ ജീവിതം, ഗൃഹസ്ഥാശ്രമം, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നീ എൻ്റെ സ്ഥലത്തേക്ക് മോക്ഷപ്രാപ്തി അടയും എന്ന് പറഞ്ഞു. അത്രമല്ല, നീ നിൻ്റെ ഈ തപസ് കൊണ്ടുള്ള ഗുണം ജനങ്ങളറിയണം. എങ്ങനെ അറിയുക? നമ്മുടെ സപ്തർഷിമാരുണ്ടല്ലോ താരാപഥത്തിൽ, അവരുടെ മുകളിൽ നീ ധ്രുവനക്ഷത്രമായിട്ട് പെർമനൻ്റായിട്ട് എപ്പോൾ സ്ഥിരമായി ജ്വലിച്ചു കൊണ്ടിരിക്കും എന്നും അനുഗ്രഹിച്ച് ഭഗവാൻ അവിടെ നിന്ന് തിരോധാനം ചെയ്തു. ധ്രുവനാവട്ടെ നേരെ രാജധാനിയിലേക്ക് തിരിച്ചു വരാൻ പുറപ്പെട്ടു. ഈ വൃത്താന്തമറിഞ്ഞ മഹാരാജാവ് വളരെ സന്തോഷത്തോടുകൂടി രഥത്തിലേറി സുരുചി, സുനീതി, ഉത്തമൻ എല്ലാവരെയും കൂട്ടി വാദ്യം, മേളം എന്നിവയോടുകൂടി ധ്രുവനെ കൊണ്ടുവരാൻ പുറപ്പെട്ടു. അങ്ങനെ ധ്രുവനെയും കൂട്ടി രാജധാനിയിലേക്ക് തിരിച്ചു വരികയാണ്. വളരെ സന്തോഷം. ധ്രുവനെ കണ്ടതും രാജാവ് ഉടനെ ജീവൻ പോയത് തിരിച്ചു കിട്ടിയതുപോലെയുള്ള ഭാവം രാജാവിൻ്റെ ആ സമയം. അങ്ങനെ ധ്രുവനെടുത്ത് ആലിംഗനം ചെയ്തു. സുരുചി പശ്ചാത്താപത്തോടുകൂടി ധ്രുവനോട് പറയുകയാണ്, ഏതായാലും ഇതെല്ലാം നല്ലതെന്ന് ഭവിച്ചതില്ലോ എന്ന് പറഞ്ഞ് അവളും ആശ്രയിക്കണു. സുനീതി ആവട്ടെ, സുനീതിയല്ലേ പറഞ്ഞു കൊടുത്തിരിക്കണേ, സുനീതിയുള്ള ആനന്ദാശ്രു ഇങ്ങനെ ഒഴുകണത്ര. എന്നിട്ട് മകനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സന്തോഷമായിരിക്കുകയാണ്. അങ്ങനെ കുറേ കാലം രാജാവ്, സ്ഥാനപാത രാജാവ് രാജ്യം ഭരിച്ചതിന് ശേഷം വാനപ്രസ്ഥം ആശ്രമം സ്വീകരിച്ച് കാട്ടിൽ പോയി. ധ്രുവനാകട്ടെ കല്യാണം കഴിച്ചു. ഭ്രമി എന്ന ഒരു കന്യകയെ കല്യാണം കഴിച്ച് രാജാവ്
ധ്രുവനെ പട്ടാഭിഷേകം ചെയ്തിട്ടാണല്ലോ വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പോയ സമയത്ത് ധ്രുവൻ കല്യാണം കഴിഞ്ഞ് ധ്രുവൻ്റെ വിവാഹത്തിൽ 2 സന്താനങ്ങളുണ്ടായി. ഉത്തമൻ അവിവാഹിതനായി തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉത്തമൻ വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. അവിടെ പോയ സമയത്ത് യക്ഷന്മാർ വന്നിട്ട് എന്തോ വാക്കുവാദം എന്ത് നടന്നു നമുക്കറിയില്ലല്ലോ. ഭയങ്കര യുദ്ധത്തിൽ ഇയാൾ വധിച്ചു. യക്ഷന്മാർ ഉത്തമനെ വധിച്ചു. ഉത്തമൻ പോയ ആളെ കാണാനില്ലല്ലോ എന്നുള്ള വിധത്തിൽ ഞാൻ പോയി അന്വേഷിക്കാന്നുള്ള ആ ഗർവിൽ സുരുചി നേരെ കാട്ടിലേക്ക് പോയി. പോയ സ്ഥലത്ത് അവിടെ ഇങ്ങനെ പോയി വരുമ്പോൾ കാട്ടുതീ വന്ന് അവൾ അതിൽ ഭസ്മമായി തീർന്നു. ഇതറിഞ്ഞ ധ്രുവൻ വെറുതെ ഇരുന്നില്ല. നമ്മുടെ അമ്മയെ കാണാനില്ല, സഹോദരനെ കാണാനില്ല. എന്തായി അന്വേഷിച്ച് വരുമ്പോൾ വൃത്താന്തം അറിഞ്ഞു. ഇങ്ങനെ യക്ഷന്മാരാണ് കൊന്നിരിക്കണമെന്ന്. ഉടനെ യക്ഷന്മാരോടുകൂടി യുദ്ധം ചെയ്യണോ. യുദ്ധം ചെയ്ത് യക്ഷന്മാർ കുറേ പേര് മരിക്കണോ. ഇത് ഈ വൃത്താന്തം അറിഞ്ഞ സ്വന്തം പിതാമഹനായ സ്വയംഭൂമനു അവിടെ വരികയാണ്. എന്നിട്ട് പറയാണ്, ഉണ്ണി നീ ചെയ്യുന്ന ഒട്ടും ശരിയല്ല, നമുക്ക് യോജിച്ചതല്ല, നമ്മുടെ കുലത്തിന് യോജിച്ച ചില കാര്യങ്ങളല്ല ഇത്. നമുക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനുള്ള കഴിവുണ്ടാവണം. അതിനാണ് ഭക്തിമാർഗമായിട്ട് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് യുദ്ധമൊന്നും വേണ്ട, നിർത്തണം ഉപദേശിച്ചു. അത് കേട്ട് ധ്രുവൻ യുദ്ധമെല്ലാം നിർത്തി. ഇത് കണ്ട് യക്ഷന്മാരുടെ രാജാവാണ് കുബേരൻ. കുബേരന് വളരെ സന്തോഷമായി. എന്നിട്ട് പറയാണ്, നീ മുത്തശ്ശൻ്റെ വാക്ക് കേട്ട് യുദ്ധം നിർത്തി നമ്മുടെ ഇവരെയൊക്കെ ബാക്കിയുള്ളവരൊക്കെ രക്ഷിച്ചല്ലോ, യക്ഷന്മാരെയൊക്കെ. എനിക്ക് വളരെ സന്തോഷമായി. നീ ഇതിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ, ഉത്തമൻ്റെ മരണമോ അല്ലെങ്കിൽ യക്ഷന്മാരുടെ മരണമോ ഒക്കെ അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് അനുഭവിക്കുന്നത്. അതിന് നീ ഞാനൊന്നും ആളല്ല. അതുകൊണ്ട് സമാധാനമായിരിക്കെ. എനിക്ക് ഇത്രയും സന്തോഷമായി, എന്താ വരം വേണ്ടത് എന്ന് ചോദിക്കണം. അപ്പോൾ പറയാണ്, എനിക്ക് ഭഗവാന്റെ പേരിൽ സർവ്വതാ ഭക്തി ഉണ്ടായിരിക്കുകയാണ്, അതാണ് എനിക്ക് വരം വേണ്ടത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കാലം രാജ്യഭരണം, ഒരുപാട് യാഗങ്ങളെല്ലാം കഴിച്ചു. ഒരുപാട് ധർമാദി കാര്യങ്ങളെല്ലാം നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു. ജനങ്ങളെല്ലാം വളരെ സന്തുഷ്ടരായിരുന്നു. അതായത് നമുക്ക് ഒരു രക്ഷകനുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും നടക്കും എന്നുള്ള പ്രതീതിയായിരുന്നു ജനങ്ങൾക്ക്. അത്രയും സുഖമായ ഭരണം നടത്തി 36,000 വർഷം ഭരിച്ചു എന്നാണ് പറയണത്. കഴിഞ്ഞതിന് ഇരിക്കുമ്പോൾ ഒരു ദിവസം വിഷ്ണു പാർഷദന്മാർ എങ്ങനെയുണ്ട്, വിഷ്ണുവിൻ്റെ അതേപോലെ തന്നെയാണ് അവരുടെയും വസ്ത്രധാരണവും ആകൃതിയൊക്കെ കാണാൻ. അങ്ങനെ 2 പേര് വന്നു വിമാനത്തെയും കൊണ്ട്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ മഹാവിഷ്ണു അയച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങയുടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് മോക്ഷപ്രാപ്തി കിട്ടും. അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വിമാനത്തിൽ കയറിയാലും ആ സമയത്ത് തദോത്താനപദപുത്രഃ ദദർശാന്തകമാഗതം മൃത്യോർമൂർധ്നി പദം ദത്വാ ആരുരോഹാദ്ഭുതം ഗൃഹം. ജനിച്ചൊരുക്ക മരണമുണ്ടല്ലോ, അപ്പോൾ അന്തകം വന്നിരിക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ മൃത്യോർമൂർധ്നി പദം ദത്വ, അതായത് മൃത്യുവിൻ്റെ തലയിൽ കാല് വെച്ച് ഉടനെ വിമാനത്തിൽ കയറി എന്നാണ് പറയണത്. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, നമ്മുടെ അമ്മയെ കൂട്ടിയിട്ട് വന്നില്ലല്ലോ, എന്തായി വിഷമിച്ചിരിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് വിഷമം എന്ന് ചോദിച്ചു വിഷ്ണുപാർഷദന്മാരെ. കാര്യം മനസ്സിലായപ്പോൾ പറയാണ്, അതാ ഒരു വിമാനം പോകുന്നില്ലേ,
അതിൽ എൻ്റെ അമ്മയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി. അങ്ങനെ ധ്രുവൻ ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേർന്നു. ഇന്നും അതിൻ്റെ ഉച്ചകോടിയിലെ ധ്രുവനക്ഷത്രമായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ധ്രുവത്തിൻ്റെ കഥ. ഈ പറഞ്ഞ ധ്രുവചരിതം എങ്ങനെയാണെന്ന് വെച്ചാൽ, ധന്യം യശസ്യം ആയുഷ്യം പുണ്യം സ്വസ്തേനം മഹത് സ്വർഗ്യം ദ്രൗവ്യം സൗമനസ്യം പ്രശസ്യം ആഘമർഷണം. എത്രയോ ധന്യമാണ്, യശസ്യമാണ്, പുണ്യം കിട്ടുന്നതാണ്. അങ്ങനെയുള്ള ധ്രുവചരിതം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന് അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരുന്നാൽ സകല പാപങ്ങളും തീർന്ന് ഭഗവാനെ പ്രാപിക്കുവാൻ സാധിക്കുമെന്നാണ് ഫലശ്രുതി പറയുന്നത്. അതിനാൽ നാം എല്ലാവരും ഈ ധ്രുവചരിതത്തിലെ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി എത്ര ക്ലേശങ്ങളും പ്രതിരോധങ്ങളും വന്നാലും ദൃഢനിശ്ചയത്തോടെ ഫലപ്രാപ്തിക്കായി ശ്രമിക്കണം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവചനം ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.